ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. കണ്ടോ, നിങ്ങളെൻ്റെ പോത്തോസ് കണ്ടോ? ഇത് മണി പ്ലാന്റ്, പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റ് ആണ്. ഇപ്പോൾ ഇതിന് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ട്. ശരിക്കും എല്ലാവർക്കും പലർക്കും അറിയാമായിരിക്കും. ഈവൻ ദോ ഇതിന് തൈകൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ വളരെ ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റെമ്മാണ് ഇതിൻ്റെ. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കുറേ തൈകളാക്കാൻ പോവാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണാം ഇതിനൊരു ലോങ് സ്റ്റെമ്മുണ്ട്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് തൈകളാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നിങ്ങൾ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു ബഡ് കണ്ടോ? ഈ ബഡിൻ്റെ രണ്ട് സൈഡിലും വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം. ഓക്കെ, ഈ രണ്ട് സൈഡിലും വെച്ച് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബഡ് കിട്ടി. ഇങ്ങനെ ഒരു ലീഫ് പ്ലസ് അതിൻ്റെ അടിയിൽ ബഡ് വരുന്നത്. ഇങ്ങനെ എല്ലാ ലീഫും കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളത്തിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കും. ഒരു 10 to 12 ഡേയ്സിൽ ഇതിന് റൂട്ട് വരാൻ തുടങ്ങും. ഓക്കെ, വെള്ളം മാറ്റി കൊടുത്താൽ മാത്രം മതി. റൂട്ട് നന്നായിട്ട് ഗ്രോത്ത് ആയതിനു ശേഷം നമുക്ക് പിന്നെ മണ്ണിലേക്ക് മാറ്റാം. കണ്ടോ, ഇപ്പോൾ എനിക്ക് ഇത്രയും തൈകൾ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഈ സ്റ്റെംസ് എല്ലാം നമുക്ക് വേണ്ടാത്ത കേട്ടോ. അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പിന്നെ സ്മോൾ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഒരു സെറ്റ് ഓഫ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വേറൊരു പോത്തോസ് പ്ലാന്റ് ആണിത്. നല്ല ഗ്രോത്ത് ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഞാൻ റൂട്ട് ഡെവലപ്പ് ചെയ്തതിന് ശേഷം മണ്ണിലേക്ക് മാറ്റിയതാണ് കേട്ടോ ഇത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ എല്ലാം ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഇനി നിങ്ങൾക്ക് റൂട്ട് ഡെവലപ്പ് ചെയ്യാൻ നേരം ഞാൻ നിങ്ങളെ വീണ്ടും കാണിച്ചു തരാം കേട്ടോ. ഇതൊരു 10 to 12 ഡേയ്സ് പോലും എടുക്കില്ല. അതിന് മുമ്പേ റൂട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഒരു റൂട്ട് ഒരു 2 to 4 സെൻറ്റിമീറ്റർ ഒക്കെ ആകുമ്പോഴേക്കും നമുക്കത് പ്ലാന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൺലി നമ്മൾ ചെയ്യേണ്ടത് ഇച്ചിരി വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കണം. പിന്നെ വെള്ളം മാറ്റി കൊടുക്കണം. നല്ല വെള്ളം യൂസ് ചെയ്യുക. ഇടയ്ക്ക് ലീഫിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഗ്രോത്ത് ആയിരിക്കും. പിന്നെ പോത്തോസ് നമുക്ക് എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം. ഇപ്പം ഞാനൊരു 3 ലീഫ് വെച്ചിട്ട് പോത്തോസ് ഒരു മിനി കപ്പിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും. നമുക്ക് എവിടെ വേണേലും ഇതിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, എൻ്റെ കുഞ്ഞി സ്മോൾ, നമ്മളുടെ ഫിംഗറിൻ്റെ അത്രയും പോലും ഇല്ല ഈ സ്മോൾ കപ്പ്. ഈ സ്മോൾ കപ്പിനകത്ത് ഞാൻ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നതാണിത്. നമുക്ക് അതിനകത്ത് സ്റ്റോൺ ഇടാം.